ഹായ്. പ്രഭാതം അത്ര ദുഃഖകരമൊന്നുമല്ല, വളരെ സന്തോഷകരമാണ്. ആരെങ്കിലുമൊക്കെ കാണാനുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി അറിഞ്ഞാൽ. നെറ്റിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാര്യം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആവേശം അലതല്ലുന്നൊരു പ്രഭാതമാണ്. വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ കോട്ടകൊത്തളങ്ങളിൽ ചില ഇളക്കം തട്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിലമ്പൂരിലെ ആദ്യമായിട്ട് പുറത്തു വരുന്ന വിവരം. ആവേശമല കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിലമ്പൂരിലെ ചില കാര്യങ്ങളൊക്കെ ഇന്നിപ്പോ ലൈവായിട്ട് പറയാമെന്ന് കരുതുകയാണ്. കാര്യം ലൈവായിട്ട് പറയേണ്ടി വരുമെന്നേ. എങ്ങനെ പറയാതിരിക്കും? അത്രമാത്രം നമ്മുടെ ഉള്ളിലേക്ക് ആവേശം സ്വരാജ് വാരി അങ്ങ് വിതറിത്തരികയാണ്. ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് ഇന്നലെ മുതലുള്ള വലിയ പ്രചരണം വഴിക്കടവ് വഴി വഴിവെട്ടി അങ്ങ് നിലമ്പൂർ കൊണ്ടുപോകുമെന്നായിരുന്നു. വഴിക്കടവിലെ 14 ബൂത്തുകൾ എണ്ണുമ്പോൾ 6ഓളം ബൂത്തുകളിൽ ലീഗിന്റെ കോട്ടകൊത്തളങ്ങളിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ്. ചെറിയ കളിയല്ല മക്കളെ, ഇത് 1239 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്തിന് ആദ്യത്തെ 2 റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോഴത്തെ ഒരു നില നോക്കുകയാണെങ്കിൽ നിലവിൽ 7444 വോട്ട്. നേരത്തെ ഇവർ അവകാശപ്പെട്ടിരുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ചില സാങ്കേതിക പ്രശ്നമോ ശബ്ദത്തിനോ ഇതുണ്ടെങ്കിൽ ഒന്ന് സഹിക്കുക. കാര്യം എല്ലാവരും ഫോണിലായിരിക്കും ഇന്നത്തെ റിസൾട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നെറ്റ് യൂസേജ് കൂടി നിൽക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് ആ ഒരു സന്ദർഭം നെറ്റ്വർക്ക് ബിസിയാക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഭരണവിരുദ്ധ വികാരം ഇപ്പൊ ഇതാ നിലമ്പൂരോടുകൂടി ഈ സർക്കാരിനെ അങ്ങ് തേജോവധം ചെയ്തു കളയാന്നൊക്കെ ആയിരുന്നു വലിയ ഉണ്ടമ്പൊരു ഡയലോഗ് അടിച്ചത്. എന്തായി? ഇപ്പോ ആദ്യത്തെ റൗണ്ട് എണ്ണുമ്പോ വഴിക്കടവ് പഞ്ചായത്ത് മറ്റേ കൃഷ്ണരാജ് വക്കീലിനെ ഹൈക്കോടതിയിൽ നിയമിച്ചല്ലോ. സംഘി ബന്ധമൊക്കെ ഉപയോഗപ്പെടുത്തി സംഘി വോട്ടുകൾ പോലും നഷ്ടപ്പെടരുത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ലീഗും കോൺഗ്രസും സംഘി ഒരുമിച്ച് മത്സരിച്ചിടത്താണ് അൻവർ ചില പണികൾ കൂടി വെച്ചപ്പോ സ്വാഭാവികമായിട്ടും അവിടത്തെ ലീഗിന്റെ കോട്ടകൊത്തളങ്ങളിൽ സ്വരാജ് ലീഡ് നേടിയിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിൽ 4 പതിറ്റാണ്ടിന് ശേഷം നിന്ന് വിറക്കുകയാണ് ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ ചില്ലറ കളിയല്ല, വിട്ടുകൊടുക്കാൻ പറ്റില്ല. പോരാട്ടത്തിന്റെ യഥാർത്ഥ വീര്യം നിലമ്പൂരിൽ കാട്ടിക്കൊടുക്കുകയാണ്. ഒരു സംശയവും വേണ്ട. മൂത്തേടം പഞ്ചായത്ത്, അതും UDF-ന് മേൽക്കൈയുള്ള ഒരു പഞ്ചായത്താണ്. അതിനുശേഷം ഇടക്കരയിലേക്ക് കടന്ന് പിന്നീട് ഇടതുപക്ഷത്തിന്റെ അമരമ്പലം പഞ്ചായത്തിലേക്ക്, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ കടന്നു വരുമ്പോ ചില അപ്രതീക്ഷിതമായിട്ടുള്ള ട്രെൻഡ് സെക്ടറുമായി മാറും ചില കാര്യങ്ങളെന്ന് പറയേണ്ടി വരികയാണ് മക്കളെ. ഒരു വിനോദ് ഏറ്റു പോടാ, ഒന്ന് അക്ഷരത്തെറ്റില്ലാതെങ്കിൽ എഴുതറേ. കുറെ കാലമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്ന ഈ ഡയലോഗ് അടിക്കുന്ന കാണാറുള്ളതാണ്. ഒരു കാര്യം നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം സംഭവിക്കുകയാണെങ്കിൽ, അത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിനക്ക് അൺഫോളോ ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉടനടി നിനക്ക് പോകാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന വാചകം വെച്ചിട്ട് ഫേക്ക് ID വെച്ചിട്ട് വർത്താനം പറഞ്ഞിട്ട് വലിയ മിടുക്കരാകലാണ്. നേരെ ഉണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, ഈ പറയാറില്ലേ പിതാവിനൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ മുഖം കൊടുത്ത് സംസാരിക്കാനുള്ള ആർജവം നീ കാണിക്കേണ്ടതുണ്ട്. അത്രമാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. എന്തായാലും നിലമ്പൂരിൽ നമ്മൾ അങ്ങനെ പോകില്ല മോനെ. ചില ഇടങ്ങളിലൊക്കെ ചില തീരുമാനങ്ങൾ എടുത്ത് പോരാട്ടത്തിനിറങ്ങിയാൽ ഇടതുപക്ഷം എന്താണെന്നും 9 വർഷത്തിന് ശേഷം ഈ നാട്ടിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും സതീശൻ ഉൾപ്പെടെയുള്ളവർ വലിയ മാർജിനിൽ വിജയിക്കും, അതിൽ വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിക്കഴിയുമ്പോൾ 1500 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നൊക്കെ തള്ളി നിർത്തിയിട്ട് ഇപ്പോ എന്തായി? കേവലം 451 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അവിടെ നേടാൻ കഴിഞ്ഞത്. പോസ്റ്റൽ ബാലറ്റിൽ നേരിയ ഒരു മുൻതൂക്കമുണ്ടായി. ഏകദേശം 360ഓളം വോട്ടിന്റെ മുൻതൂക്കം ഉണ്ടായപ്പോഴും 750ഓളം, അതായത് ഈ പോസ്റ്റൽ ബാലറ്റിൽ നിന്ന് നേരെ ആദ്യ റൗണ്ടിൽ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ 700 വോട്ടിന്റെ ഭൂരിപക്ഷം വന്നപ്പോൾ ട്രെൻഡ് സെക്ടർ ആയെന്നൊക്കെയുള്ള അല്ലെങ്കിൽ ആഘോഷത്തിന്റെ ആർപ്പുവിളി UDF-കാർ തുടങ്ങിയവർ ഇപ്പോ ഈ ഫ്യൂസ് വലിച്ചൂരിയ അവസ്ഥയിലാണ്. വലിയ ആവേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും PV അൻവർ വിചാരിച്ച കണക്കല്ല. പല കോട്ടകൊത്തളങ്ങളിലും
PV അൻവർ വരുത്താൻ പോകുന്ന വിള്ളൽ അത് വലിയ ചർച്ചയായി മാറുകയാണ്. സതീശനെ സംബന്ധിക്കുന്നിടത്തോളം PV അൻവറിനെ ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ നിന്ന് ചെന്നപ്പോ ആട്ടി ഇറക്കിയതിനുള്ള മറുപടി നിലമ്പൂരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അൻവർ പിടിച്ചു മാറ്റുന്ന വോട്ട് UDFന്റെ വോട്ടാണെങ്കിൽ അവസാന റൗണ്ടുകളിലേക്ക് കടക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ആര് ജയിക്കും എന്ന് പറയാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം വഴിക്കടവ് എന്നുള്ള പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ UDFും ലീഗും ചേർന്ന് ഭരിക്കുന്ന പഞ്ചായത്തിൽ, അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിൽ വലിയ ട്രെൻഡ് ഉണ്ടാകുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നിടത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തെ കളി മാറും മോനെ ദിനേശ എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 7683 വോട്ട് രണ്ടാം റൗണ്ട് എണ്ണി തുടങ്ങുകയാണ്. അത് മൂത്തേടം പഞ്ചായത്തിലേക്ക് കടന്നിട്ടുണ്ട്. മൂത്തേടം പഞ്ചായത്തിലേക്ക് ജോയിയുടെ പഞ്ചായത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂത്തേടം പഞ്ചായത്താണ് രണ്ടാം റൗണ്ടിൽ എണ്ണാനിരുന്നത്. മൂത്തേടം പഞ്ചായത്താണ്. എന്തായാലും ആ പഞ്ചായത്ത് UDFന് വേണ്ടത്ര ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇവർ ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ നിലമ്പൂര് പോലൊരു മണ്ഡലത്തിൽ അവർക്ക് പകരം വയ്ക്കാനല്ല, അല്ലെങ്കിൽ അവരെ ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ഒരു ക്രിസ്റ്റൽ മെജോറിറ്റി ആണെന്ന് അവകാശപ്പെട്ടിടത്ത് ഈ രീതിയിൽ ആ ഒരു കോട്ട പൊളിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിന്നാലും അവിടെ സ്വരാജ് ഒരു ഫൈറ്റിംഗ് ഫാക്ടറായിട്ട് ഇത്രയും വോട്ട് പിടിച്ചു മാറ്റുകയും ഒപ്പം അൻവറിന്റെ സ്വാധീനത്തിൽ 2000-ഓളം വോട്ടുകൾ ഈ രണ്ട് പഞ്ചായത്തുകളിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സൂചന തന്നെയാണ്. ആധികാരികമായും 15000 വോട്ടിനും വലിയ മെജോറിറ്റിയൊക്കെ നേടുമെന്നൊക്കെ അവകാശവാദം ഉന്നയിച്ചവർ ഇപ്പോൾ ഒന്ന് നെഞ്ചിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. 4 പതിറ്റാണ്ടായിട്ട് ഇടതുപക്ഷത്തിന്റെ സ്വന്തം ചിഹ്നത്തിൽ ജയിക്കാത്ത മണ്ഡലത്തിൽ സ്വരാജ് ആദ്യ റൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ മത്സരം ഉണ്ടല്ലോ, അത് ചില്ലറ ആവേശമൊന്നും അല്ല ഇടത് ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതിന് പിന്നാലെ ആ മണ്ഡലത്തിൽ വന്ന് ഇപ്പോ ഏറ്റവും ഒടുവിൽ അതിന്റെ ആ ട്രെൻഡ് ഇന്നിപ്പോ വോട്ടെണ്ണുന്ന ആ സന്ദർഭം വരെ ആവേശം അണപൊട്ടി ഒഴുകിക്കുന്നുണ്ട്. ആ ഫീൽഡിൽ നിന്ന് സ്വരാജ് ജയിക്കും എന്ന ശബ്ദം ഉറക്കെ കേട്ടത് സഖാക്കന്മാരോ ഇടതുപക്ഷ അനുകൂലികളോ വെറുതെ പറഞ്ഞതല്ല, അവിടെ അവർ വിയർപ്പിറ്റിച്ച് പണിയെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്ന് ഒരു സംശയവുമില്ലാതെ വരും. എന്തായാലും ആവേശം അത് അലതല്ലുകയാണ് മക്കളെ, പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. UDFന്റെ ക്യാമ്പുകളിൽ ഇപ്പോ ലീഗിലെ കുഞ്ഞാപ്പയുടെ നെഞ്ചത്തൊരു മുട്ട കൊണ്ടുവച്ച അതവിടെ ഇരുന്ന് നെഞ്ചെടുപ്പ് കൊണ്ട് പൊട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാര്യം അത്രമാത്രം അവകാശവാദമായിരുന്നു, വ്യാജ പ്രചരണങ്ങളായിരുന്നു. സർക്കാരിനെ കുറെ മഞ്ഞ ഓൺലൈൻ ചാനലുകളെയും ചില മാധ്യമ പ്രവർത്തകരെയും പർച്ചേസ് ചെയ്ത് വ്യാജ കഥകൾ ഉണ്ടാക്കിയും ചില SUCI നടിമാരെയൊക്കെ ഇറക്കി ഇമാതിരി പ്രചരണം നടത്തിയിട്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കോളൂ. അവിടെ നിങ്ങളുടെ കോട്ട കൊത്തളം 4 പതിറ്റാണ്ടോളം ആര്യാടന്റെ കയ്യിലിരുന്ന മണ്ഡലത്തിൽ LDF ഒരു വലിയ വിനാശം വീഴ്ത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ സ്വരാജിന്റെ അവിടത്തെ ഊർജ്ജസ്വലമായ പോരാട്ടം ലീഗിന്റെ കോട്ടകളെ പൊളിക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ്. അപ്പോ ആദ്യ റൗണ്ടിലെ വിവരണം നിങ്ങൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. വരും സന്ദർഭങ്ങളിലും ഇതുപോലെ ഓരോ വിഷയത്തെ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഈ നിലയ്ക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ക്യാമ്പുകൾ ആവേശഭരിതരാകേണ്ടതാണ്. പിന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും തുച്ഛമായ വോട്ടിലാണ് പിന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സന്ദർഭങ്ങളിൽ കനത്ത പോരാട്ടത്തിന് അവസരമുണ്ടാക്കാൻ പോകുന്നു എന്നുള്ള കൃത്യമായ സൂചന. അതിന് കാരണം തുടക്കം ഉജ്ജ്വലമാണെങ്കിൽ പിന്നെ ഒടുക്കത്തിന്റെ കാര്യം പറയണ്ടല്ലോ. തുടക്കം തന്നെ, അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും പോലെ ഇടതുപക്ഷം UDFന്റെ കോട്ട കൊത്തളങ്ങളിൽ കാണിച്ച പ്രകടനം അത് ആവേശഭരിതമാണെന്ന് തന്നെ പറയേണ്ടി വരികയാണ്. ആരും ആത്മവിശ്വാസം തകരണ്ട, അല്ലെങ്കിൽ നിരാശപ്പെടേണ്ട. വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം നിലമ്പൂരിൽ ഇടതുപക്ഷം കൊടുത്തു എന്നതിന്റെ തെളിവാണ് നിങ്ങൾ ആദ്യ റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ വഴിക്കടവന്ന UDFന്റെ കോട്ട കൊത്തളത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ സ്വരാജ് അവിടെ ഒരു ചരിത്രം രചിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. ഓരോ പഞ്ചായത്തുകളിലെ എണ്ണിക്കഴിയുമ്പോഴും ഇതുപോലുള്ള അപ്ഡേഷനുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരും. എന്തായാലും ആവേശം അണ പൊട്ടുകയാണ്, അതിൽ യാതൊരു സംശയവുമില്ലെന്ന് പറയേണ്ടി വരികയാണ്. അപ്പോ അടുത്ത അപ്ഡേഷനുമായിട്ട് രണ്ടാം റൗണ്ട് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം.